ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലെക്സ് പ്ലേയുടെ 53ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കാലൊടിഞ്ഞു, അതുകൊണ്ട് ഞാനിവിടെ ചെയറിലിരിക്കണേന്ന് ഭയങ്കര മടിയാണ് ഗൈസ്. ഇപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം. ഞാൻ്റെ ഒരു കളിപ്പാട്ടം ഉണ്ടാക്കി. ഇതൊക്കെ എൻ്റെ കയ്യിൽ എന്നുവെച്ചാൽ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ എല്ലാം മനസ്സിലായില്ലേ? എത്ര മനസ്സിലാക്കിയാൽ മതിയെന്ന്. ഇത് അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള എന്നെ പോലെ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഇത് ടോട്ടമൊന്നല്ല കേട്ടോ, ഇതാണ് തോർത്ത് കെട്ടിയ മനുഷ്യൻ. തലയിൽ തോർത്ത് കെട്ടി നടക്കാം പാവം. ഞാൻ വേണ്ട ലെഫ്റ്റ് ഹാൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കാൻ കഴിച്ചു. നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്, കൊള്ളാലോ കൈ. പിന്നെ ഇതേ നമ്മൾ വീടിൻ്റെ അകത്താണെങ്കിൽ മാല ബൾബും കാര്യങ്ങളൊക്കെ ഇട്ടേണ്ടത് നമ്മൾ ലൈവിലും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇത് ഇവിടെയാണെങ്കിൽ നമ്മൾ ഈ ഡ്രീം കളക്ഷൻ അതിൻ്റെ കാര്യം ഞാൻ മറന്നു പോയാണ്ടായി. പിന്നെ ഇത് ഇവിടെ ഞാൻ തൂങ്ങിക്കിടക്കണം. ഇതെന്താ അറസ്, ഇതെന്തോറാന്ന് നോക്കി. കുറേ കളിപ്പാട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ മുട്ടയും പിന്നെ ഇത് ഈ തൂവൽ ഇറച്ചി കഷ്ണമൊക്കെ TXൻ്റെയാണ്. അത് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. അത് നമ്മളവിടെ റയർ പീസായിട്ട് നമ്മളവിടെ വെച്ചേക്കാണ്. എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കരുത്. ഓക്കെ, പിന്നെ ഇത് ഇവിടെയാണെങ്കിൽ നമ്മൾ ചെറിയൊരു ചെടി മരമൊക്കെ നമ്മളോട് നട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയെന്നൊന്നും ചോദിക്കരുതെന്ന്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലല്ലല്ലോ, നമ്മൾ കഴിഞ്ഞ അതിലും തലയിടിച്ച് എല്ലാവർക്കും സന്തോഷമായില്ലേ? കഴിഞ്ഞ ലൈവിൽ നമ്മളൊരു സംഭവമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി എവിടേക്കോ പോയാണ്ടായി കേസ്, ഞാൻ മറന്നുപോയി. അപ്പോൾ നല്ല ലൈവൊക്കെ ചെക്ക് ചെയ്യാത്തവർ പോയി ചെക്ക് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വേറെ പരിപാടി ഒന്നുമില്ലെന്ന്. എനിക്കിത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ബ്ലോക്കില്ലെന്ന്. എനിക്ക് ബ്ലോക്കൊന്നും വയ്ക്കാൻ പറ്റില്ല. അത് പശു കുറച്ച് പാൽ കുടിച്ച് ഞാൻ കുറച്ച് ഹെൽത്തി മനുഷ്യനാവട്ടെ. കുറേ നാളായാലും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സൗണ്ടിന് എന്തൊക്കെയോ പോലെയെന്ന്. എന്തായാലും നല്ല പശുവും പാലൊക്കെ കുടിച്ച് നല്ല ഹെൽത്തി ആവട്ടെ. അതൊക്കെ നമുക്കപ്പോൾ എന്തായാലും ചെറിയൊരു റീപ്ലൈ മോഡ് കണ്ടിട്ട് വരെ ഇവിടെ ചെറിയൊരു പാലമണിയാണിത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് വന്നു. എൻ്റെ പേര് നിങ്ങൾക്കാർക്കും അറിയില്ലെന്ന്. എൻ്റെ റിയൽ നെയിം ആർക്കെങ്കിലും അറിയോ? ചിലവർക്കറിയും. അവരെങ്ങാനും കമൻ്റ് എങ്ങാനും ചെയ്താൽ അവരൊന്നും പറഞ്ഞു കൊടുക്കരുതെന്ന്. നിൽക്കട്ടെ, എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് എന്നെ ഒന്ന് എടുത്തു മാറ്റട്ടെ. അതായത് ഇവിടെയാണെങ്കിൽ നമ്മൾ ചെറിയൊരു പാലം പണിതു. ചെറിയ മറ്റേ ഈ എന്താ ഇതിന് പറയുക, ലൈറ്റ്സ്. അയ്യോ അല്ല, ഈ മറ്റേ റോഡ് സൈഡിലെന്തോ ഈ ലൈറ്റിനെന്തോ പറയൂലോ. അയ്യോ ഇതിന്
സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ അവിടെ കുറച്ച് ചുറ്റും വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് കണ്ട നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ അല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ വെച്ച് കണ്ടുപിടിച്ചതാണ്. നല്ല ഭംഗിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ പാത്തിൻ്റെ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് ഒരു മിഡീവിൽ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. കുറച്ച് പുല്ലൊക്കെ വെച്ചിട്ട് നല്ല വൈബാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പാലയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക ഗൈസ്. നമ്മൾ കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ടൊന്നല്ല കേട്ടോ, ഇവിടെ കുറച്ച് ഭംഗിയും കാര്യങ്ങളാക്കിയതാണ്. പിന്നെ ഇത് ഇവിടെ ചാടുമ്പോൾ ഇതിൻ്റെ പേരെന്തായിരുന്നു, ഒക്ടോബർ, അങ്ങനെ കണ്ട് ഞാൻ പേടിക്കണ ഗൈസ്. അതുകൊണ്ട് നമുക്കാണെങ്കിൽ ഇവിടെ ആയിട്ട് ചെറിയൊരു മറ്റേ എന്തെങ്കിലും വെച്ചിട്ടൊന്നും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ടേ ഇതിൻ്റെ അകത്ത് മീൻ അങ്ങോട്ട് പോകാണ്ടൊന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ചെറിയൊരു കനാല് പോലെ ഒരു തോട് പോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് മീനെ പിടിച്ചിടണം. വേറെ ഒന്നും ഇല്ലെന്ന്, മീനെ പിടിച്ചിടണം. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് മീൻ കാണണം, കുറച്ച് കളർ മീൻ. അപ്പോൾ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെങ്കിലും വേൾഡ് ഡൗൺലോഡ് തരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല കളർ മീനൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കളറൊക്കെ അടിച്ചിട്ട് നിങ്ങൾക്ക് വറുത്ത് തിന്നാൽ വേറെ ഒന്നുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. നല്ല വിശപ്പ് മാറും. കാരണം എനിക്ക് ഭയങ്കര വിശപ്പാണ്. പിന്നെ ഇത് ഇങ്ങോട്ടൊക്കെ വേണമെങ്കിൽ ഒരു പാലും കൂടിയൊക്കെ പണിയാം. ഒക്കെ ഭാവിയിൽ പണിയാന്ന്. എപ്പോഴും പാലം പണിതുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും പിന്നെ ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമില്ലെന്ന്, ഈ പാലമണി തന്നെ ആയിരുന്നു. പിന്നെ ഇത് എൻ്റെ ഹെൽമെറ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ തലക്കെട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയുക ഗൈസ്. ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ തലയിലൊരു തോർത്തൊക്കെ കിട്ടിയിട്ട്, സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു നീല തോർത്താണ്. പഴയതായി തോന്നണു. നമുക്കൊരു പുതിയ തോർത്തും കാര്യങ്ങളൊക്കെ വാങ്ങണം. പൈസയൊന്നും ഇല്ലെന്ന്, നമ്മളൊരു പാവപ്പെട്ടവനാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ആ 4K ഒക്കെ ഒന്ന് ആക്കി പവറാക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഞാൻ എന്നാൽ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. അപ്പോഴേക്കും നമ്മളിന്ന് പണിത നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ്സും പിന്നെ നമ്മുടെ ചെറിയൊരു മിഡീവൽ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഒന്ന് ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പോയാൽ മതിയെന്ന്.